നമ്മൾ എഴുതാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പല സെൻസും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാഴ്ച, കേൾവി, സ്പർശനം, ഉച്ചാരണം എന്നിവയെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ശരീരത്തിലെ ഇത്രയും സെൻസസ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഒറ്റ പ്രവൃത്തിയിൽ അത്രയും ഇൻവോൾവ് ആയിട്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ബ്രെയിനും ആ രീതിയിലായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോസിറ്റിവിറ്റിയിലേക്കുള്ള നമ്മുടെ ഈ മൈൻഡ് ഷിഫ്റ്റിംഗ് വളരെ എളുപ്പമായിട്ട് സംഭവിക്കും. എങ്ങനെ നമ്മൾ ഈ സെൻസ് ഓർഗൻസും മാക്സിമം സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ ലൈഫിലും ഹാപ്പനിങ് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ത്രൂ നടന്നുകൊണ്ടിരിക്കും. ആ എഫേർട്ട് ഉണ്ടല്ലോ, നമ്മളെടുക്കുന്ന ഈ തിരിച്ചറിവിനുള്ള എഫേർട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ വിശ്വസിച്ച് എഴുതി തുടങ്ങി ഇതൊരു ശീലമാക്കി മാറുമ്പോൾ നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും വരുന്ന ചേഞ്ച് അത്രയും വിസിബിളായിരിക്കും. ഒരു പുസ്തകം എടുത്ത് വെച്ച് കുറേ എഴുതി വെച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് മാറുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടാണ് ഫ്രണ്ട്സ്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അത്രയും വേഴ്സ് ആവുന്നതിന് മുൻപ് ഇതൊരു ശീലമാക്കി മാറ്റിയാൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.